അപ്പോൾ ഇന്ന് നമ്മൾ എം ജിയുടെ ഏറ്റവും ബിഗ്ഗറായിട്ടുള്ള എം ജിയുടെ മാത്രമല്ല നമ്മുടെ ഇന്ന് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ഇന്ത്യയിൽ കിട്ടുന്ന ഏറ്റവും ബിഗ്ഗറായിട്ടുള്ള എസ് സി ഡി പ്ലസ് കാറ്റഗറി വരുന്ന ഒരു എസ് സിയോടൊപ്പമാണ് നമ്മളുള്ളത്. എന്ന് വെച്ചാൽ ബിഗ്ഗർ ഇൻ സൈസ് എന്ന് വെച്ചാൽ എല്ലാ ഡയമെൻഷനും ഇപ്പോൾ നീളത്തിലായാലും വീതിയിലായാലും പൊക്കത്തിലായാലും ഏറ്റവും ബിഗ്ഗറായിട്ടുള്ള ഒരു എസ് യു വി ആണ്. എന്ന് വെച്ചാൽ 5 മീറ്ററിലധികം നീളമാണ് ഈ ഒരു വാഹനത്തിലുള്ളത്. നമുക്ക് നേരത്തെ ഗ്ലോസ്റ്റർ എന്ന് പറഞ്ഞൊരു വാഹനം ഉണ്ടായിരുന്നു, അതിന് പകരമായിട്ട് നമ്മുടെ എം ജിയിലേക്ക് വന്നിരിക്കുന്ന പുതിയ വാഹനമാണ് ഈ കാണുന്നത്. അപ്പം ഒരു ബിഗ്ഗർ വാഹനമാണ്. അപ്പോൾ 4 കളറിലായിട്ട് വാഹനം കിട്ടും. വാഹനത്തിൻ്റെ പ്രൈസും കാര്യങ്ങളും അനൗൺസ് ചെയ്തിട്ടില്ല. ഈ വരുന്ന ഏപ്രിലായിരിക്കും ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ അനൗൺസ് ചെയ്തത്. ഏകദേശം 41,000 രൂപ അടച്ചിട്ട് വാഹനം ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ മജസ്റ്റർ എന്നാണ് ഈ ഒരു വാഹനത്തിൻ്റെ പേര്. അതുപോലെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഓഫ് റോഡ് കേപ്പബിലിറ്റിയിൽ വളരെയധികം ശ്രദ്ധ കൂടി തന്നെയാണ് ഈ ഒരു വാഹനം പ്രൊഡക്ഷൻ ചെയ്തിരിക്കുന്നത്. ഏകദേശം 10-ലധികം മോഡുകൾ ഓഫ് റോഡുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അതുപോലെ ട്രിപ്പിൾ ഡിഫറൻഷ്യൽ ലോക്ക് സിസ്റ്റം ഉൾപ്പെടുത്തി ഒരു അടിപൊളി കോമ്പിനേഷനിലാണ് ഈ ഒരു വാഹനം വന്നിരിക്കുന്നത്. അത്യാവശ്യം ബിഗ്ഗറായിട്ടുള്ളൊരു മൊസൈക്കിലാണ് വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ സെൻട്രലായിട്ട് നമുക്ക് അഡാസിൻ്റെ ഒരു റഡാർ കൊടുത്തിട്ടുണ്ട്. അതിന് തൊട്ട് വേണ്ടി ക്യാമറ യൂണിറ്റ്, എം ജിയുടെ ലോഗോ കാണാം. മോറിസ് ഗ്യാരേജ് പറഞ്ഞ ബാഡ്ജിങ് നമ്മുടെ ഹുഡിൻ്റെ ടോപ്പിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് ഫ്രണ്ടിൽ കാരണം. ഏറ്റവും താഴേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു ഗ്രില്ലുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെ ഒരു സ്കിഡ് പ്ലേറ്റ് എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അത് ഒരു ഡാർക്ക് അലുമിനിയം ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം നോക്കുമ്പോൾ വണ്ടിയുടെ മാസിവ്നെസ് മാക്സിമം പ്രൊജക്ട് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു സെൻറ്റർ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ സൈഡിലായിട്ട് ഒരു DRL കണക്ട് ചെയ്യുന്ന ഒരു പോർഷൻ കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി ഇത് DRL ഈ ഒരു പോർഷൻ DRL ആക്ട് ചെയ്യുന്നത്. നമുക്ക് ആക്ച്വലി ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡ്രാഗണി കൺസെപ്റ്റ് ഉണ്ടല്ലോ, ആ കൺസെപ്റ്റിലാണ് ഈ ഒരു DRL ചെയ്തിരിക്കുന്നത്. സീക്വൻഷ്യൽ ഇൻഡിക്കേറ്ററായിട്ട് ഇത് ആക്ട് ചെയ്യും. ഇനി ഹെഡ് ലാമ്പിലേക്ക് വരുമ്പോൾ ഒരു വെർട്ടിക്കൽ സ്ലാറ്റാണ്. ഒരു പിയാനോ ബ്ലാക്ക് എലമെൻറ്റിനകത്ത് ഒരു വെർട്ടിക്കൽ 3 സ്ലാറ്റ്സ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൽ അതുപോലെ തന്നെ പാർക്കിംഗ് സെൻസേഴ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം സേഫ്റ്റിക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് ഈ ഒരു വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട്. 5 മീറ്റർ അധികം ആദ്യം നീളമുണ്ട്. വീൽ സൈസിലേക്ക് വരുമ്പോൾ നമുക്ക് 19 ഇഞ്ചാണ്. നമുക്ക് ഡ്യുവൽ പാറ്റേണുള്ള അലോയ് വീലാണ് കൊടുത്തിരിക്കുന്നത്. ടയർ പ്രൊഫൈൽ 265/55 സസ്പെൻഷനെ കുറിച്ചൊന്നും വ്യക്തമായിട്ട് ഇപ്പോൾ നിലവിൽ പറഞ്ഞിട്ടില്ല. നമുക്ക് നേരത്തെ ഉണ്ടാകുന്ന ഗ്ലോസ്റ്ററായിട്ട് മാച്ച് ചെയ്യുന്ന സസ്പെൻഷനാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വീൽ ആർച്ച് സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് നല്ലൊരു ക്ലാഡിങ് കൊടുത്തിട്ടുണ്ട്. ഫെൻഡർ സൈഡിലേക്ക് വരുമ്പോൾ ചെറിയൊരു കോസ്മെറ്റിക് എലമെൻറ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിററിലേക്ക് വരുമ്പോൾ ടേൺ ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ 360 ക്യാമറയുടെ ഒരു ക്യാമറ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു പെഡൽ ലാമ്പിൻ്റെ ഒരു ഫംഗ്ഷൻ അതിനകത്ത് കൊടുത്തു. അത്യാവശ്യം ബിഗ്ഗറായിട്ടുള്ള ഒരു മിററാണ് നമുക്ക് സൈഡിൽ കാണാം. അതുപോലെ തന്നെ സൈഡിൽ ഒരു ഫുഡ് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. ഡോർ സൈഡിൽ ക്ലാഡിങ് കാണാം. നമുക്ക് ഡോർ ഹാൻഡിലൊക്കെ നമുക്ക് ഒരു ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തത്. വണ്ടി ഏകദേശം നമുക്ക് 4ഓളം കളറിലാണ് നമുക്ക് വണ്ടി ടോട്ടലായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ നമുക്ക് പാസഞ്ചർ സൈഡിൽ നമുക്ക് റിസ്ക് സെൻസറും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. വിൻസ്ക്രീൻ നോക്കുമ്പോൾ അത്യാവശ്യം ബിഗ്ഗറാണ്. അതുപോലെ തന്നെ റൂഫിൽ ഒരു റെയിൽ കൊടുത്തിട്ടുണ്ട്. അത് ബ്ലാക്ക് ഫിനിഷിലാണ് ആ ഒരു കോമ്പിനേഷൻ കൊടുത്തത്. ബി പില്ലറും സി പില്ലറും നമുക്ക് ഒരു ബ്ലാക്ക് ഫിനിഷിലാണ് വണ്ടിയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഫ്രണ്ടിൽ ബാക്കിൽ വെന്റിലേറ്റഡ് ഡിസ്പ്ലേകളാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ബാക്കിലേക്ക് വരുമ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് കണക്റ്റഡ് ടെയിൽ ലാമ്പ്. ആ ഒരു ഫാറ്റിലാണ് നമുക്ക് ടെയിൽ ലാമ്പ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ മേളിലായിട്ട് മോറിസ് ഗ്യാരേജ് പറഞ്ഞ ബാഡ്ജിങ്, നമുക്ക് ഡിഫോഗർ, വൈപ്പർ, അതുപോലെ ഷാർക്ക് കണക്റ്റഡ് ടെയിൽ ലാമ്പ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ബാക്കിൽ കാണാം. അത്യാവശ്യം ഒരു ബോക്സി ഷേപ്പാണ് ബാക്കിൽ നമുക്ക് വണ്ടിയുടെ ഒരു സ്ട്രക്ചർ വൈസ് കാണാൻ പറ്റുന്നത്. അതുപോലെ ബാഡ്ജിങ് വരുമ്പോഴത്തേക്ക് 4 വീൽ ഡ്രൈവ് എന്ന് പറഞ്ഞ ബാഡ്ജിങ് നമുക്ക് കാണാം. നമുക്ക് മജസ്റ്റർ എന്ന് പറഞ്ഞ ബാഡ്, നേരത്തെ ഗ്ലോസ്റ്റർ ഇറങ്ങിയപ്പോൾ ഇത്ര ഒരു വലിയ ബാഡ്ജിങ് ആയിരുന്നു ഗ്ലോസ്റ്റർ ഉണ്ടായിരുന്നു. ആ ഒരു ബാഡ്ജിങ് പാറ്റേണിൽ നമുക്ക് മജസ്റ്ററിന് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ട് റിഫ്ലക്ടർ കാണാം. അതൊരു വെർട്ടിക്കൽ സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. ലോവർ ബമ്പർ പോർഷനിൽ നമുക്ക് അത്യാവശ്യം നല്ല സ്കിഡ് പ്ലേറ്റ് എലമെൻറ്റും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ കണ്ട ഒരു സ്ട്രക്ചർ ഇവിടെയും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ആക്റ്റീവ് ആയിട്ടുള്ള 2 എക്സോസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ബൂട്ട് വരുമ്പോൾ നമുക്ക് പല രീതിയിൽ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഒന്ന് നമുക്ക് ഈ ഒരു ബട്ടൺ വഴി ഓപ്പൺ ചെയ്യാം. മറ്റൊന്ന് നമുക്ക് കാലിൻ്റെ ഒരു മൂവ്മെൻറ്റ് കൊണ്ടിട്ട് ഈ ഒരു ടെയിൽ ഗേറ്റ് ഓപ്പൺ ചെയ്യാം. പെയർ വീൽ വാഹനത്തിൻ്റെ അടിയിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ബൂട്ടിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഈ ഒരു സീറ്റൂടെ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ 1350 ലിറ്ററിലേക്ക് നമ്മുടെ ബൂട്ട് സ്പേസ് മാറ്റാൻ പറ്റും. ഏകദേശം 12ഓളം JBLൻ്റെ സ്പീക്കേഴ്സാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇന്ത്യയിലേക്ക് പോകുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല ഒരു പ്രീമിയം ലോഞ്ച്, എം ലോഞ്ച് എന്നാണ് അവർ ഇതിനെ പറയുന്നത്. അപ്പോൾ ആ ഒരു പ്രീമിയംനെസ് നമുക്ക് ഡോർ സൈഡിൽ പോലും കാണാൻ പറ്റും. ടോൾ സ്പീക്കേഴ്സാണ് JBLൻ്റെ ആണ്. അപ്പോൾ അതിൻ്റെ ബാഡ്ജി നമുക്ക് ഈ ഒരു ഭാഗത്താണ്. അതിൻ്റെ ടച്ച് ആൻഡ് ഫിനിഷൊക്കെ ഭയങ്കര രസമുണ്ട് കേട്ടോ. അതിൽ ഈ ഒരു ഭാഗത്ത് ഒരു കാർബൺ ഫൈബർ ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു ആംബിലൈറ്റിൻ്റെ സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 64 കളേഴ്സാണ് നമുക്ക് അതിനകത്ത് വരുന്നത്. ഇവിടെ നമുക്ക് മിറർ കൺട്രോൾ, പവർ വിൻഡോ കൺട്രോൾ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സൈഡിലേക്ക് വരുന്നത്. ഡോർ ഹാൻഡിൽ അത്യാവശ്യം നല്ല ഹെവി ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ഫയൽ സ്പേസ്, വാട്ടർ സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഫ്യൂൽ ലിഡ് ഓപ്പൺ ചെയ്യാൻ, ഫ്യൂൽ ലിഡ് നമുക്ക് ഇലക്ട്രോണിക്കലിയാണ് ഓപ്പൺ ചെയ്യുന്നത്. എന്നാണ്ട് നമുക്ക് 12 ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ള സീറ്റാണ് വരുന്നത്. മസാജിങ് ഫംഗ്ഷൻ ഉണ്ട്. 8 തരത്തിലുള്ള മസാജിങ് ഫംഗ്ഷനാണ് നമുക്ക് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കൺട്രോൾസാണ് ഈ കാണുന്നതെല്ലാം. അതുപോലെ ഇനി സീറ്റിലേക്ക് വരികയാണെങ്കിൽ അതിൻ്റെ പ്രിഫേർഡ് സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ടെക്സ്ചറും കാര്യങ്ങളൊക്കെ നല്ലൊരു പ്രീമിയം വാഹനം, ഒരു നമുക്കൊരു മെർസിഡീസ് ബെൻസിൻ്റെയൊക്കെ ഒരു S ക്ലാസ് ഒക്കെ പോലെ തന്നെ ആ രീതിയിലേക്ക് ഒരു പ്രീമിയം സീറ്റും സ്ട്രക്ചറും കാര്യങ്ങളൊക്കെയാണ് വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു പ്രീമിയം ഫിറ്റ് ആൻഡ് ഫിനിഷാണ് സ്റ്റിയറിംഗിൽ കൊടുത്തിരിക്കുന്നത്. എം ജിയുടെ ലോഗോ കൊടുത്തിട്ടുണ്ട്. സെൻട്രൽ എയർ ബാഗ് കാണാം. നമുക്ക് 6ഓളം എയർ ബാഗ് വണ്ടിയിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അതുപോലെ റൈറ്റ് സൈഡായിട്ട് നമുക്ക് വോയിസ് കൺട്രോൾ വരുന്നുണ്ട്, ഫോൺ കൺട്രോൾസ് വരുന്നുണ്ട്. അതുപോലെ വോയിസ് കമാൻഡിൻ്റെ കൺട്രോൾ നമുക്ക് ഇവിടെ വരുന്നുണ്ട്. ഒരു ഭാഗത്തേക്ക് ക്രൂയിസ് കൺട്രോൾ, അഡാസുമായിട്ട് ബന്ധപ്പെട്ട കൺട്രോൾസാണ് ഈ ഒരു ഭാഗത്തേക്ക് കൊടുത്തത്. നമുക്ക് താഴെയായിട്ട് പാഡൽ ഷിഫ്റ്റേഴ്സ് കാണാം.
അറിയാം, നമുക്ക് 8 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് ഇതിന് വരുന്നത്. അതിൻ്റെ കൺട്രോളാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഗിയർ, നമ്മുടെ വിൻസർ റിവ്യൂയൊക്കെ വന്നപ്പോൾ നമുക്ക് കണ്ടൊരു കാര്യമാണ് ഗിയർ സൈഡ് നമ്മുടെ സ്റ്റിയറിംഗിലേക്ക് കൊണ്ടുവന്നത്. പണ്ട് നമുക്ക് നേരത്തെ കണ്ടിരുന്ന വാഹനങ്ങൾ മെഴ്സിഡീസിലൊക്കെ നമുക്ക് സ്റ്റിയറിംഗ് സൈഡിലായിരുന്നു ഗിയർ നോബ് വന്നിരുന്നത്. ആ ഒരു പാറ്റേണിലാണ് ഇപ്പം ഇതിനകത്ത് ഗിയർ നോബ് വരുന്നത്. അത് നല്ലൊരു കാര്യം, വളരെ കൺവീനിയൻ്റ് ആണ് നമുക്ക് ഗിയർ സ്വിച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ക്ലസ്റ്ററിലേക്ക് വരുമ്പോൾ നമുക്ക് 10 ഇഞ്ചാണ് ക്ലസ്റ്റർ സൈസ് വരുന്നത്. നമുക്ക് ഫുള്ളി ഇൻഫർമേഷൻ, ഓൾമോസ്റ്റ് എല്ലാ ഇൻഫർമേഷനും നമുക്ക് ക്ലസ്റ്റർ സൈഡിൽ തന്നെ അറിയാൻ പറ്റും. ഡിഫറൻഷ്യലിൻ്റെ കാര്യങ്ങളും സീറ്റിൻ്റെ കാര്യങ്ങളും, ബോണറ്റ് ഓപ്പൺ ആണോ, ഡോർ ഓപ്പൺ ആണോ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ ഒരു ഭാഗത്തു നിന്ന് തന്നെ നമുക്ക് അറിയാൻ പറ്റും. കാരണം ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിലേക്ക് പോകേണ്ട കാര്യമില്ല, എല്ലാ കാര്യങ്ങളും നമുക്ക് ക്ലസ്റ്ററിൽ നിന്ന് തന്നെ അറിയാൻ പറ്റും. അതുപോലെ ഡാഷ്ബോർഡിലേക്ക് നോക്കുകയാണെങ്കിൽ ടോപ്പ് നമ്മൾ സീറ്റിൽ നമ്മൾ ഡോർ സൈഡിൽ കണ്ട പോലെ തന്നെ ലെതറേറ്റ് ഫിനിഷാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സെൻട്രൽ ലെതറേറ്റ് ഫിനിഷ്. ഇവിടെ ഈ ഒരു ഭാഗത്തൊക്കെ മാത്രമേ പ്ലാസ്റ്റിക് ഫിനിഷും കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ. അതുപോലെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം അത്യാവശ്യം ബിഗ്ഗറാണ് സൈസ് വരുന്നത്. 12 ഇഞ്ച് എബോ സൈസ് വരുന്നുണ്ട്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാപ്പിലെല്ലാം കണക്ടിവിറ്റി എല്ലാം വയർലെസ് ആയിട്ട് തന്നെയാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. അതുപോലെ ജിയോ സാവനും ആപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നമുക്ക് ഒരു 75+ കണക്റ്റഡ് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഉണ്ട്. അതുപോലെ സേഫ്റ്റി ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ഒരു 35ലധികം സേഫ്റ്റി ഫീച്ചേഴ്സ് വണ്ടിയിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ രീതിയിലൊക്കെ വണ്ടി ഭയങ്കരമായിട്ട് കേപ്പബിളാണ്. ഒരുപാട് കാര്യങ്ങൾ വണ്ടിയിൽ ആഡ് ഓൺ ചെയ്തിട്ടുണ്ടെന്ന് പറയാം. ഇനി നമുക്ക് AC വെൻറ്റിൻ്റെ സ്ട്രക്ചർ നോക്കുമ്പോൾ നമുക്ക് ഫ്രണ്ടിലെ ഗ്രില്ലുമായിട്ട് ഭയങ്കരമായിട്ട് സിമിലാരിറ്റി ഉണ്ട്. ഫ്രണ്ടിലെ ഗ്രില്ലും അതുപോലെ ലോവർ ഗ്രിൽ പാറ്റേണുമായിട്ട് നല്ല സിമിലാരിറ്റി നമുക്ക് AC വെൻറ്റിൻ്റെ സ്ട്രക്ചറിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ നമുക്ക് ആ ഒരു ഹാൻഡിൽ, ഒരു ഓഫ് റോഡ് വാഹനം ആയതുകൊണ്ടാണ് ഈ ഒരു ഹാൻഡിലും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ആയിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വീണ്ടും സെൻറ്ററിലേക്ക് വരാം. സെൻറ്ററിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മുടെ ACയുടെ കൺട്രോൾ യൂണിറ്റ് ആയിരുന്നത്. നമുക്ക് മൊത്തം 3 സോണിലാണ് AC നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. ഫ്രണ്ടിൽ 2 സോണാണ് വരുന്നത്. അതിൻ്റെ കൺട്രോൾ യൂണിറ്റാണ് ഈ സെൻറ്ററിൽ കാണുന്നത്. സ്വിച്ചുകളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പം എല്ലാ വാഹനങ്ങളിലും നമ്മൾ കൂടുതൽ കാണുന്നത് നമ്മുടെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വഴിയാണ് പല കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത്. പക്ഷേ ഇപ്പം അതിൽ നിന്ന് കുറച്ച് മാറി കുറച്ച് സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ, ഫിസിക്കൽ സ്വിച്ചും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. 2 ഫോൺ ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊവിഷൻ, ഇൻഡക്ഷനായിട്ട് ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊവിഷൻ ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ഹാൻഡിൽ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഡിസൈൻ വൈസ് കൊടുത്തതാണ്. പിന്നെ അതുപോലെ 2 തട്ടുകളായിട്ടാണ്. പിന്നെ അടിയിലും ഒരു തട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഭാഗങ്ങൾ എന്തെങ്കിലും സ്റ്റോറേജ് ചെയ്യാനുള്ള ഒരു സ്പേസ് നമുക്ക് അവിടെ കിട്ടും. അതുപോലെ ഈ ഒരു ഭാഗമെല്ലാം നമുക്ക് പിയാനോ ബ്ലാക്ക് എലമെൻറ്റും കാര്യങ്ങളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഓഫ് റോഡുമായിട്ട് ബന്ധപ്പെട്ട കൺട്രോളുകളാണ് ഈ ത്രൂ ഔട്ട് വരുന്നത്. നമുക്ക് പലതരം മോഡ്സ് ഉണ്ട്. 10ഓളം മോഡ്സാണ് നമുക്ക് ഓഫ് റോഡുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. അതിൻ്റെ മോഡ് കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. 2 ലോ വരുന്നുണ്ട്, 2 ഹൈ വരുന്നുണ്ട്. നമുക്ക് ഓട്ടോ ആയിട്ട് കൺട്രോൾ ചെയ്യാം, അല്ലെങ്കിൽ മാനുവലായിട്ട് വേണമെങ്കിൽ കൺട്രോൾ ചെയ്യാം. ഇലക്ട്രിക് പാർക്ക് ബ്രേക്ക് വരുന്നുണ്ട്. 3 ഡിഫറൻഷ്യൽ വരുന്നുണ്ട്. അതിൻ്റെ കൺട്രോളൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ 2 കപ്പ് ഹോൾഡറാണ് നമുക്ക് വരുന്നത്. ഇതാണ് നമ്മുടെ കീ വരുന്നത്. ലോക്ക്, അൺലോക്ക്, ടെയിൽ ഗേറ്റ് ഓപ്പൺ ചെയ്യാൻ കൺട്രോൾ യൂണിറ്റ് വരുന്നുണ്ട്. കീ അത്യാവശ്യം നല്ലൊരു പ്രീമിയം ഫീലാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതുപോലെ ഇവിടെ നമുക്ക് ഫോണൊക്കെ വെക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ആംബ്രസ്റ്റ് വരുന്നത്. ഒരു പ്രീമിയം രീതിയിലുള്ള ആംബ്രസ്റ്റും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. റൂഫ് പോർഷനിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് 2 സൺബ്ലൈൻസ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് മിറർ ലൈറ്റും ഉണ്ട്. ഈ ഒരു ഭാഗത്ത് നമുക്ക് മിററും ലൈറ്റും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സൺറൂഫിൻ്റെ കൺട്രോൾസും കാര്യങ്ങളും ഇവിടെയാണ് വരുന്നത്. അതുപോലെ ലൈറ്റ് കൺട്രോൾസ് എല്ലാം ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊരു പ്രീമിയം പാറ്റേൺ തന്നെയാണ് ഈ ഒരു സ്ട്രക്ചർ ത്രൂ ഔട്ട് കൊടുത്തിരിക്കുന്നത്. മിറർ കാണാം. അപ്പോൾ നമുക്ക് ഇലക്ട്രോണിക്കലി തന്നെ ഓട്ടോ ഡിമ്മിംഗ് ഫംഗ്ഷൻ നമുക്ക് ഈ ഒരു മിററിൽ വരുന്നുണ്ട്. പാസഞ്ചർ സീറ്റിലേക്ക് വരികയാണെങ്കിലും ഇത് നമുക്ക് ഫുള്ളി ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ 2 സീറ്റിന് വെന്റിലേഷൻ കൺട്രോൾസും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ ഗ്ലൗ ബോക്സിലേക്ക് നമുക്കൊന്ന് പോകാം. ഗ്ലൗ ബോക്സ് അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. പിന്നെ ഈ ഒരു സൈഡും അത്യാവശ്യം ഒരു പ്രീമിയം റിച്ച്നെസ്സും കാര്യങ്ങളെല്ലാം കൊടുത്തു. പിന്നെ ഒരു ഗ്രാബ് ഹാൻഡ് ആ ഒരു ഫ്രണ്ട് പോർഷനിലും പില്ലറിലും കൊടുത്തു. അതിൻ്റെ കാര്യം ഒരു ഓഫ് റോഡ് വെഹിക്കിൾ ആയതുകൊണ്ടാണ് അത്യാവശ്യം പല പില്ലേഴ്സും ഗ്രാബ് ഹാൻഡിലും കാര്യങ്ങളെല്ലാം വണ്ടിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. സെക്കൻഡ് റോയിലേക്ക് വരുമ്പോഴും ഫ്രണ്ടിൽ കണ്ട അതേ പ്രീമിയംസ് നല്ല രീതിയിൽ നേർത്തിട്ടുണ്ട്. സെക്കൻഡ് റോ വെച്ച് യാതൊരു കോംപ്രമൈസും കൊടുത്തിട്ടില്ല. അത്യാവശ്യം നല്ല ലെഗ് റൂം ഉണ്ട്, നല്ല ഹെഡ് റൂം ഉണ്ട്. സീറ്റൊക്കെ അത്യാവശ്യം നല്ല ടോർഷൻ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ നല്ലപോലെ റിക്ലൈൻ ചെയ്ത് ഇടാൻ പറ്റുന്ന രീതിയിലാണ് ബാക്കിലെ സീറ്റുകൾ ചെയ്തിരിക്കുന്നത്. 3 സീറ്റിലെ ഹെഡ് റെസ്റ്റുകളും അഡ്ജസ്റ്റബിൾ ആണ്. അതുപോലെ ആംറസ്റ്റ് പോർഷൻ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് കപ്പ് ഹോൾഡേഴ്സും കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡോറിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ആ ഒരു പ്രീമിയം ഫ്രണ്ടിൽ കണ്ട അതേ സ്ട്രക്ചറാണ് ഈ ഒരു ഡോറിൽ കാണാൻ സാധിക്കുന്നത്. ആംബിയൻ ലൈറ്റിംഗ് പോലും അതേ സ്ട്രിപ്പ് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. ഈ ഒരു പോർഷൻ അതേ തന്നെ മിറർ നമ്മുടെ പവർ വിൻഡോ കൺട്രോൾ വരുന്നുണ്ട്. JBL സ്പീക്കേഴ്സിൻ്റെ ബാഡ്ജ് വരുന്നുണ്ട്. ഹാൻഡിൽ ഫ്രണ്ടിൽ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ചെറിയ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് അത്യാവശ്യം സ്പേസും കാര്യങ്ങൾക്കും ബോട്ടിലും അതുപോലെ ഫയൽ സ്പേസുമായിട്ടും കൊടുത്തിട്ടുണ്ട്. നമുക്ക് വണ്ടിക്ക് അകത്തേക്കൊന്ന് കയറാം. സത്യം പറഞ്ഞാൽ വണ്ടി ഇങ്ങനെ ചരിച്ചിട്ടേക്കുന്നതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഷൂട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, വണ്ടിക്കകത്ത് കയറാൻ ബുദ്ധിമുട്ടുണ്ട്. മൊത്തത്തിൽ പ്രശ്നമാണ് കേട്ടോ. അത്യാവശ്യം നല്ല ഹെവി ലെഗ് റൂമാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. ഇത് നമുക്ക് ബാക്കിലെ ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞു മൾട്ടി സോൺ AC ആണ് വരുന്നത്. 3 സോൺ വരുന്നുണ്ട്. അതിൻ്റെ ബാക്കിൽ ACയുടെ കൺട്രോൾ യൂണിറ്റാണ് ഈ കാണുന്നത്. പിന്നെ അഡീഷണൽ ഒരു കാര്യമുണ്ട്. നമ്മൾ ഇച്ചിരി പ്രീമിയം വാഹനങ്ങളൊക്കെ കാണുന്ന കാര്യമായിരുന്നു. നമുക്ക് ഒരു 220 വാട്ട്സിൻ്റെ ഒരു AC ചാർജിങ് യൂണിറ്റ് അതിവിടെ കൊടുത്തിട്ടുണ്ട്. 2 A പോർട്ട് ചാർജിങ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. പണ്ട് ഗ്ലോസ്റ്റർ ആയിരുന്ന സമയത്ത് ക്യാമറ റിവേഴ്സ് ക്യാമറ അത്ര അട്രാക്റ്റീവ് അല്ലായിരുന്നു. അപ്പോൾ ആ ക്യാമറ മാറ്റിയിട്ട് HD ക്യാമറ ആക്കി മാറ്റിയിട്ടുണ്ട്. അത് കുറച്ചുകൂടെ നല്ലതായിട്ട് തോന്നി. പിന്നെ ഈ ഒരു സീറ്റിൻ്റെ പൊസിഷനിങ്ങും അതിൻ്റെ പ്ലേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഒരു ലക്ഷറി വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ എന്നുള്ള രീതിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിൽ AC വെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അത് സൈഡിലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈസി ആയിട്ട് 2 സൈഡ് പാസഞ്ചേഴ്സിന് വളരെ ഈസി ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഗ്രാബ് ഹാൻഡിൽ കാണാം.
അതിനകത്ത് നമുക്ക് LED ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഏറ്റവും തിയേറ്ററിലേക്ക് വരാം. തിയേറ്ററിൽ ഒരു 7 സീറ്റർ വാഹനമാണ് എന്നുള്ള രീതിയിൽ നമുക്ക് തിയേറ്ററിൽ അത് പരിചയപ്പെടുത്തുന്നത്. ആക്ച്വലി നമുക്ക് 2 ഹെഡ്രസ്റ്റാണ് തിയേറ്ററിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ സീറ്റിനകത്ത് ചെറിയൊരു ഡിഫറൻസ് വന്നത് പ്രിഫറേറ്റഡ് സീറ്റുകളല്ല ഏറ്റവും തിയേറ്ററിൽ കൊടുത്തിരിക്കുന്നത്. കാരണം വെന്റിലേഷൻ കൺട്രോൾസ് കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ കുഷ്യനിങ്ങും ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് തോന്നുന്നു. പക്ഷേ ആ ഒരു പാറ്റേൺ അതേപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. ഇവിടെ ബോട്ട് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ചെറിയൊരു ഹുക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം എക്സ്ട്രാ കുറച്ച് എലമെൻറ്റൊക്കെ കൊടുത്തിട്ട് ആ തിയേറ്റർ കുറച്ചുകൂടെ ഗംഭീരമാക്കി ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറയാം. 2 ലിറ്റർ വരുന്ന ടിൻ ടർബോ എഞ്ചിനാണ് നമുക്ക് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. മേറ്റ് ചെയ്തിരിക്കുന്ന നമുക്ക് 8 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനായിട്ടാണ്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള എഞ്ചിൻ തന്നെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. പിന്നെ കേപ്പബിലിറ്റിയുടെ കാര്യത്തിൽ യാതൊരു സംശയമുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമ്മളിവിടെ ലൈവ് എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ MG മജസ്റ്ററിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. പ്രൈസും കാര്യങ്ങളൊക്കെ ഏപ്രിലും ഒക്കെ അനൗൺസ് ചെയ്യത്തുള്ളൂ. പക്ഷേ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം 41,000 രൂപ അടച്ച് വണ്ടി ബുക്ക് ചെയ്യുക. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. നമുക്ക് അറിയാവുന്ന ഇൻഫർമേഷൻ ആണ് തീർച്ചയായിട്ടും നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും.